ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സോ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നതും അതായത് മോട്ടിവേഷന്റെ നമ്മൾ 5 ഗൈഡ് ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. സോ അപ്പൊ അത് കമ്മ്യൂണിക്കേഷന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ എങ്ങനെയാ വരുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പൊ നമുക്കത് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഞാൻ പറയാൻ പോവാണ്, മേക്ക് യുവർ കമ്മ്യൂണിക്കേഷൻ പോസിറ്റീവ്, ക്ലിയർ ആൻഡ് സ്പെസിഫിക്. അതായത് നമ്മൾ ഇപ്പോൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വന്നിട്ട് ക്ലിയർ ആയിട്ട് വെക്കുക, പോസിറ്റീവ് ആയിട്ട് വെക്കുക, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ. ഇപ്പം നന്നായിട്ട് അനലൈസ് എന്താ സ്പെസിഫിക് ആയിട്ട് പറയും. നമ്മൾ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അത് എടുത്ത് ക്ലിയർ ആയിട്ട് നമ്മൾ പോസിറ്റീവ് രീതിയിലൊക്കെ സംസാരിക്കാനായിട്ട് നോക്കുക, ഒരാളെ കാണുമ്പോഴത്തേക്കും. ഓക്കെ, നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ട് സംസാരിക്കുക, ക്ലിയർ ആയിട്ട്, അതായത് അക്ഷരങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞ് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പറയാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തെ, റെക്കഗ്നൈസ് ദാറ്റ് ഈച്ച് ഇൻഡിവിജ്വൽ സീസ് തിങ്സ് ഫ്രം എ ഡിഫറെന്റ് പോയിന്റ് ഓഫ് വ്യൂ. അതായത് ഓരോ ആൾക്കാരും കാണുന്നത്, ഇപ്പൊ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും അവർ ചിന്തിക്കുന്നത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ്. ഓക്കെ, അവരുടെ ഒരു ഉള്ളിലെ ഒരു തോട്ട് വെച്ചിട്ട് അവരെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത്. എന്നുവെച്ചാൽ അവരുടെ ഉള്ളിൽ എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ അതുപോലെയാണ് അവരത് തോട്ട് പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ ഇടുന്നത്. ഓക്കെ, മൂന്നാമത്തെ, ബി ഓപ്പൺ ആൻഡ് ഓണസ്റ്റ് അബൌട്ട് യുവർ ഫീലിങ്സ് ആൻഡ് അക്സെപ്റ്റ് അതർ ഫീലിങ്സ്. അതായത് നമ്മൾ സത്യസന്ധമായിട്ടിരിക്കുക, നമ്മളെപ്പോഴും ജെന്യൂൻ ആയിട്ടിരിക്കുക, നമ്മൾ നമ്മുടെ കാര്യത്തിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് എന്നുള്ളത് നമ്മൾ സത്യമായിട്ട് തുറന്നു പോകാൻ, സത്യസന്ധമായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ ഫീലിങ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴേ നമുക്ക് അവരുടെ ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക, എപ്പോഴും നമ്മൾ ജെന്യൂൻ ആവണം. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ നോക്കാം. നാലാമത്തെ വന്നിട്ട്, ആസ്ക് ക്വസ്റ്റ്യൻ ഫോർ ക്ലാരിഫിക്കേഷൻ ഓൺ ആൻ ഇഷ്യൂ. അത് എന്തെങ്കിലും സംസാരിക്കുന്ന ഇടയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മളൊക്കെ അത് ക്ലാരിഫൈ ചെയ്ത് അപ്പം തന്നെ പോവാം. ഓക്കെ, നമ്മളത് ഉറപ്പായിട്ടും ചെയ്യും. ഇപ്പൊ ഒരാൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ക്ലാരിഫൈ ചെയ്തിട്ട് അപ്പം തന്നെ ക്ലിയർ ചെയ്യാം. പിന്നെ അഞ്ചാമത്തെ ലാസ്റ്റ് പോയിന്റ് വന്നിട്ട്, ലേൺ ടു ലിസൺ ആക്റ്റീവ്ലി ആൻഡ് അലോ ടൈം ഫോർ ദ മെയിൻറ്റെയിൻ നീഡ് ടു ടോക്ക് വിത്തൗട്ട് ഇന്റർഫിയറൻസ്. അതായത് നമ്മൾ അവര് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ നമ്മൾ നല്ലപോലെ ലിസൺ ചെയ്യുക, നമ്മൾ ഇടയിൽ കയറി സംസാരിക്കാതിരിക്കുക, അവര് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് വേണം നമ്മൾ തുടങ്ങാനായിട്ട്. ഇപ്പൊ പറയുന്നതിൽ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇടയിൽ കയറിയിട്ട് നമ്മൾ സംസാരിക്കരുത്. സോ അവര് സംസാരിച്ച് കഴിഞ്ഞിട്ട്, അതായത് ഫുള്ള് ഇപ്പൊ അതെന്താണോ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കത് മനസ്സിലാവണം. ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവണം, എന്തെങ്കിലും ആവട്ടെ. അപ്പൊ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും നമ്മളത് നല്ല രീതിയിൽ പറഞ്ഞ് അവർ അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പറയാനായിട്ട്. പേരൊക്കെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർക്കും അത് നല്ല രീതിയായിട്ട് തോന്നൂല. സോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ഇതായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, എങ്കിലാണ് നമുക്ക് ഇതാവത്തുള്ളൂ. അപ്പൊ ഇതാണ് നമ്മൾ നോക്കിയിരുന്നത്, 5 കമ്മ്യൂണിക്കേഷൻ ഗൈഡ് ലൈൻസ് ഇതാണ്. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം ഏതൊക്കെയാണെന്ന്. മേക്ക് യുവർ കമ്മ്യൂണിക്കേഷൻ പോസിറ്റീവ്, ക്ലിയർ ആൻഡ് സ്പെസിഫിക്. അതായത് നമ്മളിപ്പോ സംസാരിക്കുന്നത് പോസിറ്റീവായിട്ടും ക്ലിയർ ആയിട്ടും അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു പോസിറ്റീവ് വൈബ് പോലെ നമ്മൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക എപ്പോഴും. ഓക്കെ, പിന്നെ റെക്കഗ്നൈസ് ദ ഈറ്റ് ഇൻഡിവിജ്വൽ, അവര് ചിന്തിക്കുന്നത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ്, നമ്മുടെ പോയിന്റ് ഓഫ് അല്ല. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യം പറയുമ്പോഴത്തേക്ക് അവരുടെ ഉള്ളിൽ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിട്ട് അവർ ചിന്തിച്ച് ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കും. സോ അപ്പൊ നമ്മൾ എപ്പോഴും കറക്റ്റ് ആയിട്ട് ഇരിക്കുക. പിന്നെ നമ്മൾ ഹോണസ്റ്റ് ആയിട്ടിരിക്കുക, നമ്മുടെ സത്യസന്ധത, നമ്മുടെ ഫീലിങ്സ് ഒക്കെ നമ്മൾ ജെന്യൂൻ ആയിട്ട് ഇന്ന് അവരോട് പറയാം. ഇപ്പൊ നമ്മളൊരു ടീച്ചർ ആണെങ്കിൽ അത് മറച്ചു വെച്ചിട്ട് വേറെ വല്ലതും പറയാം, അങ്ങനെ ഒന്നും ചെയ്യും. ഇപ്പൊ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും നമ്മൾ ആ ജോലി തന്നെ പറയാം. ഡ്രൈവർ ആണെങ്കിൽ ഡ്രൈവർ, ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ, അങ്ങനെ നമ്മൾ ജെന്യൂൻ ആയിട്ട് ഇരിക്കുക, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ സത്യസന്ധമായിട്ട് തുറന്നു പറയാം. ഓക്കെ, അപ്പൊ അതായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും ഒരു ഇഷ്ടം. സ്വാഭാവികമായിട്ട് അങ്ങനെ തോന്നുമല്ലോ, ഇവനെല്ലാം ഇവന്റെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞു എന്നുള്ള ഒരു സത്യസന്ധത വരും അവിടെ. ഇപ്പൊ നമ്മളത് ചെയ്തില്ലെങ്കിൽ അങ്ങനെ വരത്തില്ല. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ, ഇപ്പൊ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് ചോദിച്ച് പോകാന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ അഞ്ചാമത്തെ വന്നിട്ട്, നമ്മൾ കറക്റ്റ് ആയിട്ട് കേൾക്കുക, പിന്നെ ഇന്റർഫിയർ ചെയ്താലിരിക്കുക, അവര് പറയുന്ന കാര്യങ്ങൾ അവസാനം വരെ കേൾക്കുക, എന്നിട്ട് അതിന്റെ ഇടയിൽ കയറിയിട്ട് നമ്മൾ പറയാതിരിക്കുക. ഓക്കെ, അവർ സംസാരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പറയാം, നമുക്ക് ചോദിക്കാം, നമുക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അങ്ങനെയൊക്കെ ചെയ്യാം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ ഈ 5 ഗൈഡ് ലൈൻസ് നിങ്ങൾ എപ്പോഴും മനസ്സിൽ ഓർത്ത് വെക്കുക. അതായത് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ഗൈഡ് ലൈൻസ് ഒക്കെ എപ്പോഴും മനസ്സിനകത്ത് ഓർത്ത് വെക്കുക, എങ്കിലാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് അവസാനിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. ഓക്കെ,
സോ അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ. സോ അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാകും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലത്തെ ഫീച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ നമ്പർ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ആ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. സോ നിങ്ങൾ വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ പറയുന്നതായിരിക്കും. ക്ലാസ്സിൽ വന്നിട്ട് ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും അവൈലബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ അപ്പോഴേക്കും ഡീറ്റെയിൽസ് ഒക്കെ കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്നും അതിന്റെ കോഴ്സിന്റെ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ അപ്പം ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്കിൽ നിന്നും നിങ്ങൾ ഇടുന്ന കമന്റിൽ നിന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാനിപ്പോൾ ഈ സീരീസ് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാവുന്നുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ഈ കമന്റിലൂടെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ദയവായി ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എൻ്റെ അടുത്ത ക്ലാസ് ആയിട്ട് ഇതുപോലത്തെ അടുത്ത ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.